നിങ്ങളുടെ വീടിന് ചുറ്റും തവളകൾക്കും ചീവീടുകൾക്കും പകരം പെരുമ്പാമ്പുകളായാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ സംഭവിച്ചാൽ നമ്മളിൽ പലരും പിന്നെ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങില്ല എന്നതാണ് സത്യം. എന്നാൽ അത്തരത്തിൽ പെരുമ്പാമ്പുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അമേരിക്കയിലെ ഒരു സംസ്ഥാനമാണ് ഫ്ലോറിഡ. ഇവിടെയുള്ളത് ബർമീസ് പൈത്തൺ എന്ന ഇനം പെരുമ്പാമ്പുകളാണ്. 1,00,000-നും 3,00,000-നുമിടയിൽ ബർമീസ് പൈത്തണുകളാണ് ഇവിടെയുള്ളത് എന്നാണ് ഏകദേശ കണക്ക്. ഇവ കൂടുതലായും സതേൺ ഫ്ലോറിഡയിലെ എവർഗ്ലാഡ്സിലും ചുറ്റുമുള്ള തണ്ണീർത്തടങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഈ പാമ്പുകൾ കാരണം ഈ പ്രദേശങ്ങളിലെ എക്കോസിസ്റ്റം തന്നെ തകരാറിലാവുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനെതിരെ ഫ്ലോറിഡയിലെ ഗവൺമെൻറ് ഒരു വിചിത്രമായ സൊല്യൂഷനായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതെന്താണെന്നും ആ വിചിത്രമായ സൊല്യൂഷൻ ഫലം കണ്ടോ എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 1900ങ്ങളുടെ തുടക്കത്തിൽ ഫ്ലോറിഡയിൽ വളരെ മനോഹരമായ എക്കോസിസ്റ്റമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ 1930കളിൽ ബർമീസ് പൈത്തണുകളെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് പെറ്റ് ട്രേഡിനു വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നത് മുതലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതായത് ഇവിടേക്ക് ബർമീസ് പൈത്തണുകളെ വളർത്താനായി കൊണ്ടുവരികയായിരുന്നു. തങ്ങൾ വളർത്തുന്നത് പ്രകൃതിയുടെ താളം തന്നെ തെറ്റിക്കാൻ കഴിവുള്ള ഒരു ജീവിയെ ആയിരുന്നുവെന്ന് ആ സമയത്ത് അവർക്കാർക്കും അറിയില്ലായിരുന്നു. ആളുകൾ അവയുടെ ഭംഗിയുള്ള പാറ്റേണുകളും ശരീരവുമൊക്കെ കണ്ടാണ് ഇവയെ വളർത്താനായി വാങ്ങിയിരുന്നത്. ആദ്യമൊക്കെ അവയെ ഫെയറുകളിലും വീടുകളിലുമൊക്കെയാണ് കൈമാറ്റം ചെയ്തിരുന്നത്. പക്ഷേ വാങ്ങിയ ശേഷം ഈ പാമ്പുകൾ അമിതമായി വളരുകയും ഈ വലിപ്പം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ ചില ഉടമസ്ഥർ അവയെ കാട്ടിലേക്ക് തുറന്നു വിടുകയുമാണ് ചെയ്തിരുന്നത്. 6 മീറ്റർ വരെ നീളം വയ്ക്കാൻ കഴിയുന്ന ബർമീസ് പൈത്തണുകൾക്ക് ശരാശരി 90 മുതൽ 100 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുണ്ട്. ഫ്ലോറിഡയിൽ ഇടയ്ക്കുണ്ടാകുന്ന കൊടുങ്കാറ്റുകളും മറ്റ് അപകടങ്ങളും മനുഷ്യരുടെ ശ്രദ്ധക്കുറവും കാരണം കൂടുതൽ പാമ്പുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അധികം തണുപ്പില്ലാത്ത വിൻ്ററും നനഞ്ഞ സ്ഥലങ്ങളും ധാരാളം ഭക്ഷണവുമുള്ള എവർഗ്ലൈഡ്സ് അഥവാ ഫ്ലോറിഡയിലെ വനപ്രദേശങ്ങൾ ഈ ബർമീസ് പൈത്തണുകൾക്ക് സൈര്യവിഹാരം നടത്താൻ അനുയോജ്യമായ സ്ഥലമായി മാറുകയായിരുന്നു. അങ്ങനെ ഈ പൈത്തണുകൾ ഫ്ലോറിഡയിൽ പെറ്റുപെരുകുകയും ആ പൈത്തണുകളുടെ കുഞ്ഞുങ്ങൾ ചെറിയ മൃഗങ്ങളെ തിന്ന് വേഗത്തിൽ വളർന്ന് പന്തലിക്കുകയുമാണ് ഉണ്ടായത്. വർഷങ്ങൾ കഴിയുംതോറും അവയുടെ എണ്ണം വർദ്ധിച്ചു വരികയായിരുന്നു. 2000 ആയപ്പോഴേക്കും എവർഗ്ലൈഡ്സിലെ പുതിയൊരു ടോപ്പ് പ്രെഡേറ്ററായി ബർമീസ് പൈത്തൺ മാറുകയായിരുന്നു. അങ്ങനെ താമസിയാതെ തന്നെ ബർമീസ് പൈത്തണിനെ കൊണ്ടുള്ള അനന്തരഫലങ്ങൾ അവർ കണ്ടു തുടങ്ങി. അതായത് സൗത്ത് ഈസ്റ്റേൺ അമേരിക്കയിൽ കണ്ടുവന്നിരുന്ന മാർഷ് റാബിറ്റുകൾ ഇവ കാരണം അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയായിരുന്നു. കൂടാതെ എല്ലായിടത്തും കണ്ടിരുന്ന റാക്കൂണുകളുടെയും ഒപ്പോസങ്ങളുടെയും ഒക്കെ എണ്ണം ഗണ്യമായി കുറയുകയാണ് ഉണ്ടായത്. മുൻപ് ധാരാളം ജീവികളുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അപ്പോഴേക്കും ബർമീസ് പൈത്തണുകൾ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്തത്. 2003 മുതൽ 2011 വരെ നടന്ന പഠനങ്ങളിൽ വലിയ രീതിയിലുള്ള നേറ്റീവ് ആനിമൽസിൻ്റെ കുറവ് കണ്ടെത്തിയിരുന്നു. പൈത്തൺ കൂടുതലുള്ള സ്ഥലങ്ങളിൽ റാക്കൂൺ 99%, ഒപ്പോസം 98.9%, ബോബ് കാറ്റുകൾ ഏകദേശം 90%-ഓളവും കുറഞ്ഞിരുന്നു അത്രേ. മാർഷ് റാബിറ്റുകൾ, കുറുക്കന്മാർ, ചെറിയ മാനുകൾ പോലും ഗണ്യമായി ഇല്ലാതായി കഴിഞ്ഞില്ല. ഇതുവഴി കഴുകന്മാരെയും മൂങ്ങകളെയും പോലെയുള്ള ഇരപിടിയൻ പക്ഷികൾക്ക് ഭക്ഷണം കിട്ടാതെയായി. തുടർന്ന് പക്ഷികളും മറ്റു മൃഗങ്ങളും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന വിത്തുകൾ പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താതാവുകയും ഇത് ചെടികളുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്തു. കൂടാതെ വേട്ടയാടുന്ന ജീവികൾ കുറഞ്ഞപ്പോൾ എലികളുടെ എണ്ണം സ്വാഭാവികമായി കൂടുകയും ഇത് മനുഷ്യർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്തു. അതേസമയം വിഷമുള്ള പാമ്പുകൾ പെരുകുകയും മറ്റു മൃഗങ്ങൾ ഒഴിഞ്ഞുപോയ ഇടങ്ങളിലേക്കും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്കും ഈ വിഷപ്പാമ്പുകൾ എത്താൻ തുടങ്ങി. അതിനാൽ തന്നെ പാമ്പുകടിയേറ്റ കേസുകൾ ആശുപത്രിയിൽ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. പതിയെ ഫ്ലോറിഡയിലെ എവർഗ്ലൈഡ്സും തണ്ണീർത്തട പ്രദേശങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ ഗവേഷകർ വിചിത്രമായ ഒരു പ്ലാനുമായി മുന്നോട്ട് വരികയായിരുന്നു. അതായത് പൈത്തണുകളോടും വിഷപ്പാമ്പുകളോടും പോരാടാൻ മുൻപ് ഫ്ലോറിഡയിൽ ഒരുപാടുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ വളരെ കുറവെണ്ണം മാത്രമുള്ള ഈസ്റ്റേൺ ഇൻഡിഗോ സ്നേക്കുകളെ ഇവിടേക്ക് തുറന്നുവിടാനാണ് അവർ പദ്ധതിയിട്ടത്. ആദ്യമെല്ലാവരും ഈ പദ്ധതിയെ കളിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതായത് പാമ്പിന്റെ ശല്യം തീർക്കാൻ വീണ്ടും പാമ്പുകളെ ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു മണ്ടത്തരമായി തന്നെയായിരിക്കും നമുക്കും തോന്നുക. പക്ഷേ വിഷപ്പാമ്പുകളെ വേട്ടയാടുന്ന ടോപ്പ് പ്രെഡേറ്ററുകളാണ് ഇൻഡിഗോ സ്നേക്കുകൾ. ഇതിന് 8 അടിയോളം നീളമുണ്ടാകും. കൂടാതെ നല്ല തിളക്കമുള്ള കടും നീല കലർന്ന കറുപ്പ് നിറത്തിലുള്ള ചെതുമ്പലുകളാണ് ഇവക്കുണ്ടാവുക. ഇവക്ക് വിഷത്തിനെതിരെ ഇമ്മ്യൂണിറ്റിയുമുണ്ട്.
സാധാരണയായി ഇവ മനുഷ്യരെ ആക്രമിക്കാറുമില്ല. കൂടാതെ റാറ്റിൽ സ്നേക്കുകൾ, കോപ്പർ ഹെഡ്സുകൾ, കോറൽ സ്നേക്കുകൾ, പിറ്റ് വൈപ്പറുകൾ പോലുള്ള അപകടകാരികളായ പാമ്പുകൾക്ക് ഇത് വലിയ ഭീഷണിയുമാണ്. ഈ ഇൻഡിഗോ സ്നേക്കുകൾ അവയെ വേട്ടയാടാറുമുണ്ട്. അതിനാൽ തന്നെ പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്തുന്നതിൽ ഈ പാമ്പിന് ഒരു സ്വാഭാവിക പങ്കുണ്ടെന്ന് ഗവേഷകർ മനസ്സിലാക്കുകയായിരുന്നു. ഈ പാമ്പുകൾ ഫ്ലോറിഡയിൽ ആദ്യമേ ഉണ്ടായിരുന്നുവെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഫ്ലോറിഡയുടെ തെക്കുകിഴക്കൻ പ്രദേശത്തിൻ്റെ വലിയ ഭാഗങ്ങൾ ലോങ് ലീഫ് പൈൻ മരങ്ങൾ നിറഞ്ഞ വനങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇൻഡിഗോ സ്നേക്കുകൾ അവിടെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ മരം മുറിക്കാനും കൃഷിയിടങ്ങൾ ഉണ്ടാക്കാനും ഡെവലപ്മെൻറ്റിനും വേണ്ടി ഈ വനങ്ങൾ വെട്ടിമാറ്റിയതോടെ ഈ ഇൻഡിഗോ സ്നേക്കുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുകയായിരുന്നു. ഇതുകൂടാതെയുള്ള മറ്റു ചില കാരണങ്ങൾ കൊണ്ടും 1978 ഈ ഇനം ഔദ്യോഗികമായി വംശനാശ ഭീഷണി നേരിടുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ 2006 മുതൽ കൺസർവേഷൻ സെന്ററുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഇൻഡിഗോ സ്നേക്കുകളുടെ മുട്ടകൾ വിരിയിക്കാൻ തുടങ്ങി. അവയ്ക്ക് നല്ല ഭക്ഷണവും സംരക്ഷണവും നൽകി വളർത്തി. അതിനുശേഷം അവയെ പൈൻ വനങ്ങളിലേക്ക് തുറന്നുവിടുകയായിരുന്നു. ഓരോ പാമ്പിനും അതിൻ്റെ സഞ്ചാരവും ആരോഗ്യവും ട്രാക്ക് ചെയ്യാൻ ഒരു ടാഗും ഉണ്ടായിരുന്നു. 2017 ആദ്യമായി ഇവയെ കാടുകളിലേക്ക് തുറന്നുവിടാൻ ആരംഭിച്ചത്. 2024 41 പാമ്പുകളെയായിരുന്നു തുറന്നുവിട്ടിരുന്നത്. അതിൽ 20 പെൺപാമ്പുകളും 21 ആൺപാമ്പുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും കുറഞ്ഞ എണ്ണം കൊണ്ട് ഈ എക്കോസിസ്റ്റം ശരിയാകുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അവ പെട്ടെന്ന് തന്നെ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുകയും പഴയതുപോലെ വേട്ടയാടാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അവ പതിയെ വിഷപ്പാമ്പുകളുടെ എണ്ണം കുറയ്ക്കുകയായിരുന്നു. ഇത് കൃഷിയിടങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കി. വയലുകളിൽ അപകടകാരികളായ പാമ്പുകൾ കുറവാണെന്ന് കർഷകരും അവിടെയുള്ള ജനങ്ങളും തിരിച്ചറിയാൻ തുടങ്ങി. കൂടാതെ വിളകൾ നശിപ്പിക്കുകയും രോഗങ്ങൾ പരത്തുകയും ചെയ്യുന്ന കോട്ടൺ റാറ്റ് പോലുള്ള എലികളെയും ഇൻഡിഗോകൾ വേട്ടയാടി നിയന്ത്രിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ കുഞ്ഞുങ്ങളായുള്ള ബർമീസ് പൈത്തണുകളെയും ഇൻഡിഗോ സ്നേക്കുകൾ വേട്ടയാടിയിരുന്നു. അതിനാൽ തന്നെ ബർമീസ് പൈത്തണുകളുടെ എണ്ണത്തിലും കുറവ് സംഭവിക്കുകയായിരുന്നു. ഫ്ലോറിഡയിലെ ഈ വിജയം മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു പ്രചോദനമായി മാറുകയുണ്ടായി. അലബാമയിൽ കൺസർവേഷനിസ്റ്റുകൾ 100 കണക്കിന് ഇൻഡിഗോകളെ വനങ്ങളിലേക്ക് തുറന്നുവിട്ടിരുന്നു. ഇൻഡിഗോ സ്നേക്കുകൾ തിരികെ വന്നത് ഗോഫർ ടോർട്ടോയ്സുകളെ സംരക്ഷിക്കാനും സഹായിച്ചു. ഇന്ന് 200-ലധികം ഇൻഡിഗോ സ്നേക്കുകൾ ഫ്ലോറിഡയിലെ കാടുകളിൽ സൈര്യവിഹാരം നടത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ. എണ്ണം കുറഞ്ഞെങ്കിലും ബർമീസ് പൈത്തണുകൾ ഇപ്പോഴും ഫ്ലോറിഡയിലെ പ്രധാന വേട്ടക്കാർ തന്നെയാണെന്നതാണ് മറ്റൊരു വാസ്തവം. ഇവയുടെ വായയേക്കാൾ 4-5 ഇരട്ടി വലിപ്പമുള്ള ഇരകളെപ്പോലും ഈ പെരുമ്പാമ്പുകൾക്ക് ഭക്ഷണമാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇത്ര വലിയ ഇരകളെ വിഴുങ്ങുമ്പോൾ പല ജീവികൾക്കും ശ്വാസം മുട്ടാൻ ഇടയുണ്ടെങ്കിലും ബർമീസ് പെരുമ്പാമ്പുകളുടെ കാര്യത്തിൽ ഇത് സംഭവിക്കാറില്ല. ഇതിനു കാരണം ഇവയുടെ വായ്ക്കും തൊണ്ടയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഗ്ലോട്ടീസ് എന്ന അവയവമാണ്. ഈ അവയവം പാമ്പുകളുടെ ശ്വാസനാളത്തെ ഭക്ഷണമായി അകത്തേക്കെത്തുന്ന ജീവി അടയ്ക്കാതെ സംരക്ഷിക്കും. ഏതായാലും ഫ്ലോറിഡ ഗവൺമെൻറ് ഇന്നും ഇവയെ നിയന്ത്രിക്കാനും അവരുടെ എക്കോസിസ്റ്റം പഴയതുപോലെ മെച്ചപ്പെടുത്താനും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ഇവരുടെ ഈ പദ്ധതികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.